ഭക്തിയുടെ നിറവിൽ സംസ്ഥാനത്തൊട്ടാകെ മഹാശിവരാത്രി ആഘോഷം. ഭക്തിയുടെ നിറവിൽ കേരളത്തിലെമ്പാടും ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്നലെ മഹാശിവരാത്രി ആഘോഷിച്ചു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി നാളിൽ നാടാകെ ശിവനാമ ജപത്താൽ മുഖരിതമായിരുന്നു. ഇന്നലെ സർക്കാർ പൊതു അവധി ദിനം ആയി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ മിക്ക ക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു. പരമശിവന്റെ അനുഗ്രഹം തേടി ക്ഷേത്രങ്ങളിൽ കുടുംബസമേതം ദർശനത്തിനെത്തിയത് അനേക ലക്ഷം വിശ്വാസികളാണ്. പൂജകൾക്ക് പുറമെ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ വരെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ദാമ്പത്യ വിജയത്തിനും ആത്മശുദ്ധിക്കും പാപക്ഷയത്തിനുമായി ഉപവാസം, അഭിഷേകം, പഞ്ചാക്ഷരി മന്ത്രജപം, ബില്വപത്ര സമർപ്പണം, പിതൃതർപ്പണം കൂടാതെ ഉറക്കമൊഴിയൽ തുടങ്ങിയ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഭക്തർ ശിവരാത്രിയെ വരവേറ്റത്. എല്ലാ പ്രധാന ശിവക്ഷേത്രങ്ങളിലും ശിവപ്രതിഷ്ഠ ഉപദേവത ആയിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ആഘോഷമുണ്ടായിരുന്നു. കൂടാതെ മിക്ക ക്ഷേത്രങ്ങളിലും ഇന്ന് പുലർച്ചെ വരെ ബലിതർപ്പണ സൗകര്യവും ഒരുക്കിയിരുന്നു. രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച ആയിരക്കണക്കിന് സ്ത്രീകൾ വ്രതം അവസാനിപ്പിക്കാനായി ക്ഷേത്രങ്ങളിലെത്തിയത്. 300 വർഷങ്ങൾക്ക് ശേഷം വരുന്ന അത്യപൂർവമായ 4 രാജയോഗങ്ങളും 12 ശുഭയോഗങ്ങളും ഒത്തുചേർന്ന ശിവരാത്രിയായിരുന്നു ഈ വർഷം എന്നതും പ്രത്യേകതയായിരുന്നു. പാലക്കാട് ജില്ലയിൽ വിവിധ ശിവക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും വിപുലമായ രീതിയിൽ ആഘോഷം നടന്നു. അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ പാരമ്പര്യ തനിമയോടുകൂടിയായിരുന്നു ശിവരാത്രി ആഘോഷം നടന്നത്. മല്ലീശ്വര കൊടുമുടിയിൽ ജ്യോതി തെളിഞ്ഞപ്പോൾ ഭക്തരാകെ ആവേശഭരിതരായിരുന്നു. മല്ലീശ്വരൻ കൊടുമുടിയിൽ ജ്യോതി തെളിയിക്കാൻ മല പൂജാരികളെ യാത്രയാക്കാനും ജ്യോതി തെളിയിച്ച് കൊടുമുടി ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തിയ അവരെ സ്വീകരിക്കാനും ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ശിവരാത്രിക്ക് തലേ ദിവസം തന്നെ ആഘോഷം തുടങ്ങി. ശിവരാത്രി കഴിഞ്ഞ് ഇന്നാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. മിക്ക ക്ഷേത്രങ്ങളിലും ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രനാമം ജപങ്ങളും സംഗീത കച്ചേരികളും ഉണ്ടായിരുന്നു. ഭക്തർ ആനന്ദ നിർവൃതിയിൽ ആറാടിയ ദിവസമായിരുന്നു മഹാശിവരാത്രി.